നമ്മുടെ നാട്ടിലെ പല നേഴ്സുമാർക്കും വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹം കാണുമല്ലേ? പ്രത്യേകിച്ച് UK-യിലും കാനഡയിലുമൊക്കെ പോകുന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. എന്നാൽ ഒരു സാധാരണ മലയാളിയുടെ സ്വപ്നങ്ങളെ ചൂഷണം ചെയ്യുന്ന ചില തട്ടിപ്പുകാരുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവർ. ചങ്ങനാശ്ശേരിയിൽ നേഴ്സുമാർക്ക് വിദേശ വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിലായി. ചങ്ങനാശ്ശേരി സ്വദേശിയും കനേഡിയൻ പൗരനുമായ ജെയിംസ് കുട്ടി കുര്യാക്കോസിനെ ചിങ്ങവനം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം 55ഓളം പരാതികളുണ്ടെന്നാണ് വിവരം. സംസ്ഥാന വ്യാപകമായി 12ഓളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് പോലീസ് പിടിയിലായ ജെയിംസ് കുട്ടി കുര്യാക്കോസ്. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചിങ്ങവനത്ത് മാത്രം 55 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. ഇതുകൂടാതെ സംസ്ഥാനത്ത് ഒട്ടാകെ 73 പേരുടെ പരാതിയുണ്ട്. ആകെ 18 FIR-കൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 73ഓളം പേരിൽ നിന്നായി 4 കോടി രൂപയോളം ഇയാൾ കബളിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ സ്ഥലത്ത് നാട്ടിൽ വന്നത് മനസ്സിലാക്കുന്നത് അയാളുടെ 2 പ്രോപ്പർട്ടി നാട്ടിലുണ്ട്. അത് വിറ്റ് പൈസയായിട്ട് തിരിച്ചു പോകാൻ ആയിട്ടാണ് വന്നത്. അതിൻ്റെ ഇടപാട് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്തായിരുന്നു പോലീസിൻ്റെ വലയിലാവുന്നത്. കൂടുതലായി അന്വേഷിച്ചതിൽ ഇയാൾക്ക് 73 പരാതിയും 18 FIR-ഉം ഇയാൾക്കെതിരെ നിലവിൽ കേരളത്തിൽ പല സ്റ്റേഷനിലും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് കടക്കാനുള്ള BSF എമിഗ്രേഷൻ വിഭാഗമാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് നൽകിയ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് അറസ്റ്റ്. തുടർന്ന് ചിങ്ങവനം പോലീസിന് പ്രതിയെ കൈമാറിയിരുന്നു. വിവിധ ഇടങ്ങളിൽ ഓഫീസ് സ്ഥാപിച്ചുകൊണ്ടാണ് പ്രതിയുടെ തട്ടിപ്പ്. ഇയാളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇയാൾ നേരിട്ടൊന്നും വരുന്നില്ല. നമ്മൾ ഇയാളുടെ പരസ്യം കണ്ട് ഇയാൾക്ക് ഒരുപാട് ഓഫീസുകളുണ്ട് കേരളത്തിൽ തന്നെ, പിന്നെ കേരളത്തിന് പുറത്തുമുണ്ട്. ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വെച്ചിരിക്കുകയാണ്. അവർ സാർ എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരം അങ്ങോട്ട് ആകർഷിച്ച് പൈസ മേടിക്കുക, ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലയിൽ വീഴ്ത്തുകയാണ്. അത് ഡ്രൈവർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, പിന്നെ പഠിക്കാൻ പോകുന്ന പിള്ളേരില്ലേ, അവരെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന പുള്ളിയുടെ മകനെ ഒരു വിദേശത്ത് ഇവർക്കാർക്കും ആ കോളേജായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ കൊണ്ടുപോയിട്ട് കോളേജിൽ റിസപ്ഷനിൽ അവിടെ കണ്ടുകൊണ്ടിരുത്തി വെച്ച് ഇവരങ്ങ് പോയി. നാട്ടിലെ സ്ഥലം വിറ്റ പണവുമായി മുങ്ങാനായിരുന്നു പ്രതിയുടെ നീക്കം എന്ന് പോലീസ് പറയുന്നു. പ്രതി അറസ്റ്റിലായ സാഹചര്യത്തിൽ കൂടുതൽ പരാതികൾ ഉയർന്നുവരും എന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.